വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ഒബ്സൊല്യൂട്ട് റെഫറൻസ്, റിലേറ്റീവ് റെഫറൻസ് ആൻഡ് കോമ്പിനേഷൻ ഓഫ്. നമ്മൾ ഫോർമുലകളെല്ലാം വർക്ക് ചെയ്യുമ്പോൾ എന്താണ് റിലേറ്റീവ് റെഫറൻസും അതുപോലെ ഒബ്സൊല്യൂട്ട് റെഫറൻസും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഒരു സെല്ലിൽ നിന്ന് മറ്റേ സെല്ലിലേക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോർമുല എഴുതുമ്പോൾ ഈ സെല്ല് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ടോ ഇല്ലയോ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ദാറ്റ് മീൻസ് നമ്മൾ ഓരോ ഫോർമുല ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർമുലയിൽ വരുന്ന റേഞ്ച് ഡിഫറൻസ് വരേണ്ട ഘട്ടം വരുമ്പോൾ നമ്മൾ റിലേറ്റീവ് റെഫറൻസും, ഡിഫറൻസ് വരാൻ പാടില്ല, ദാറ്റ് മീൻസ് സെയിം റേഞ്ച് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ അതിന് ഒബ്സൊല്യൂട്ട് റെഫറൻസ് നമ്മൾ ടൈപ്പ് ചെയ്യണം. എക്സാമ്പിൾ ഒരു സിനാരിയോ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കാണ്. ഒരു സെല്ലിംഗ് പ്രൈസിൻ്റെ പ്രോഫിറ്റ് കണ്ടെത്താനുള്ള സിനാരിയാണ്. ഒരു പെന്ന് സെല്ലിംഗ് പ്രൈസ് 18 കോസ്റ്റ് പ്രൈസ് 13 രൂപയാണ്. ഇതിന് സ്വാഭാവികമായിട്ട് പ്രോഫിറ്റ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് പ്രോഫിറ്റ്. ഇത് ഓരോ ഘട്ടത്തിലും ഡിഫറെൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഓരോ ഫോർമുലയും ഡിഫറെൻ്റ് ആയിട്ട് വരണം. ഇപ്പം ഞാൻ ഇവിടെ B മൈനസ് C9 ഇട്ടു, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 5 വന്നു. ഞാൻ ഇവിടെ കൺട്രോൾ D അടിച്ചപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം B9 C9 B12 മീൻസ് ഓരോ ഫോർമുലയും ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടി. ഇതുപോലെ തന്നെ അടുത്തൊരു ഘട്ടത്തിലേക്ക് വരികയാണ്. ഇവിടെ എനിക്ക് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് പ്രൈസാണ് കണ്ടെത്തുന്നത്. അതിന് VLOOKUP ഫോർമുല ടൈപ്പ് ചെയ്യാണ്. മുമ്പത്തെ ഡാറ്റയിൽ നിന്ന് നമ്മൾ VLOOKUP ഡാറ്റ വഴി ഫോർമുല വഴി എടുക്കുകയാണ് നമ്മൾ. ഇതിന് നമ്മൾ റിലേറ്റീവ് റെഫറൻസ് ഉപയോഗിക്കും, ബിക്കോസ് ആകെ 5 നമ്പറുള്ളൂ. ഇതുപോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഇതിൻ്റെ റേഞ്ച് കിട്ടി. പക്ഷേ ഇവിടെ എനിക്ക് ഒരു ഒബ്സൊല്യൂട്ട് റെഫറൻസിൻ്റെ ഒരു ഓപ്ഷൻ വരെയാണ്. ഇപ്പോൾ എനിക്ക് പെന്നിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 5% ആണ് വേണ്ടത്. ദാറ്റ് മീൻസ് 5 ഓൾറെഡി നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് B19. ഇവിടെ B19 ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഫോർമുല കാണാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഈ ഫോർമുല ഒരിക്കലും റൈറ്റ് ആവില്ല. ബിക്കോസ് നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സെക്കൻഡ് ഓപ്ഷനിൽ B20 ഒന്നാണ്, അതുപോലെ തേർഡിൽ B21 ഒന്നാണ്. നമ്മുടെ ഫോർമുല നമ്മൾ ഫിഗർ ടൈപ്പ് ചെയ്തതിന് B19 സോ B19 നമ്മൾ ഒബ്സൊല്യൂട്ട് റെഫറൻസ് ആയിട്ട് F4 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ B4 ചേഞ്ച് ആവില്ല. B19 ഒരിക്കലും ചേഞ്ച് ആവില്ല. നിങ്ങൾക്ക് കാണാം സെക്കൻഡ് റോയിലോ തേർഡ് റോയിലോ എല്ലാം B19 ആണ്. എസ്പെഷ്യലി ഇത് ഇങ്ങനെ ഒരു സിനാരിയോ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിന് ചെയ്യാം. ഇത് ലോക്ക് ചെയ്തതിന് B9 ലോക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ 19 ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ ലോക്ക് ചെയ്യേണ്ടത് 19 മാത്രം ലോക്ക് ചെയ്യുന്നത്, കാരണം B ഓട്ടോമാറ്റിക് അവിടെ ഉണ്ടാവും. ഇങ്ങനെ വന്നാൽ നമുക്ക് പാർഷ്യൽ ഒബ്സൊല്യൂട്ട് റെഫറൻസ് പറയാം. കാരണം വെച്ചാൽ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്യേണ്ട, Bനെ ഫ്രീ ആക്കിയിട്ട് 19 മാത്രം ബ്ലോക്ക് ചെയ്തു. ഇനി ഇതുപോലെ അടുത്ത റണ്ണിങ് ടോട്ടൽ, നമുക്ക് പലപ്പോഴും റണ്ണിങ് ടോട്ടൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയാറില്ല. റണ്ണിങ് ടോട്ടൽ നമുക്ക് റിലേറ്റീവ് റെഫറൻസ് റണ്ണിങ് ടോട്ടൽ റേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കോളത്തിന് നമ്മൾ പ്ലസ് ഇടുന്നു, സെക്കൻഡ് നമ്മൾ ചെയ്യുമ്പോൾ B30 പ്ലസ് A31. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ B30 A35. ഇത് ഞാൻ ഇവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇതിൽ B30 അതുപോലെ A31 ഓട്ടോമാറ്റിക്കായിട്ട് സെൽ നമ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് റെഫറൻസ് B31 3031 ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്തുമ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ടോട്ടലും വരും. ദാറ്റ് മീൻസ് തൊട്ട് മുമ്പിലത്തെ നമ്പറിൻ്റെ പ്ലസ് A35. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് ഒബ്സൊല്യൂട്ട് റെഫറൻസ് ഉപയോഗിക്കാതെ വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇതുപോലെ തന്നെ അടുത്തൊരു ഓപ്ഷൻ പറഞ്ഞാൽ നമുക്ക് ഈ എപ്പോഴും അടുത്തൊരു ഓപ്ഷൻ പറഞ്ഞു വെച്ചാൽ ഇതുപോലെ A35 മൈനസ് ഇട്ട് കൊടുത്താലും നമുക്ക് ഡിഫറൻസ് വരും. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ നമുക്ക് സെയിൽസ് പ്രൊജക്ഷനാണ്. ഈ സെയിൽസ് പ്രൊജക്ഷനിൽ നമുക്ക് കാണാം C38 ഞാൻ 1.1 ഇട്ടാണ്. ദാറ്റ് മീൻസ് എനിക്ക് വരേണ്ടത് എല്ലാ മാസം 10% കൂടിക്കൊണ്ടിരിക്കണം. ഇതേപോലെ തന്നെ ഞാൻ ഒബ്സൊല്യൂട്ട് റിലേറ്റീവ് റെഫറൻസ് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്തു. റിലേറ്റീവ് റെഫറൻസ് വെച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ കാണാം ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് CD. കാരണം ഓരോ റോ മാറുന്തോറും ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. Cയിൽ വരും, Dയിൽ വരും. ഇവിടെ ഞാൻ Cനെ വീണ്ടും ഒബ്സൊല്യൂട്ട് റെഫറൻസ് F4 ടൈപ്പ് ചെയ്യണം. ദാറ്റ് മീൻസ് നമുക്ക് എത്ര ചേഞ്ച് ചെയ്താലും ഓപ്ഷൻ ചേഞ്ച് ആവില്ല. സോ വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. സോ എപ്പോഴും നമ്മൾ ഒബ്സൊല്യൂട്ട് റെഫറൻസിനും അതുപോലെ റിലേറ്റീവ് റെഫറൻസിനും വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പഠിച്ചാൽ മാത്രം നമുക്ക് ഫോർമുല ടൈപ്പ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഫൈൻ.